ടേസ്റ്റിലുള്ളൊരു പുഡിംഗ് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനും കഴിയും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമുക്കിതിലേക്ക് ഓറഞ്ച് വേണം. ഒട്ടും വെള്ളം ചേർക്കാത്ത 3 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസിൽ നിന്ന് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. അത് ഞാൻ 5 എഗ്ഗാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇനി ഇതിലെ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും വേർതിരിച്ചെടുത്തു. ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി എഗ്ഗ് യോക്കിലേക്ക് 1 സ്പൂൺ ഷുഗർ ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിൽ 1 സ്പൂണിൽ കൂടുതൽ ഷുഗർ ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ എഗ്ഗ് യോക്കും ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പത നഷ്ടപ്പെടാത്ത വിധത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇത് ചൂടായി വന്നതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരുപാട് ടൈമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇപ്പോൾ ഇതിവിടെ റെഡിയായി. ഈ ടൈമിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ മുകൾ ഭാഗം വെന്തിട്ടില്ലെങ്കിലും നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഓംലെറ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം വെന്തിട്ടില്ലെങ്കിലും അടിഭാഗം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ജലാറ്റിനാണ്. ജലാറ്റിന് പകരം നമുക്ക് അഗറോ കോൺഫ്ലോറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 10 ഗ്രാം ജലാറ്റിനാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്ന് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി അലിയിപ്പിച്ചെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഓറഞ്ച് മിക്സിൽ നിന്ന് അല്പം ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓംലെറ്റിൻ്റെ മുകൾ ഭാഗം ഫുള്ള് കുക്കായി വരാത്തതുകൊണ്ട് ഇതിൻ്റെ പതൊക്കെ അങ്ങനെ സൈഡിലേക്ക് മാറി വന്നാലും അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇത് റെഡിയായി. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങും ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്യണം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം എൻ്റെ ഈദ് ആശംസകൾ.